പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? ദൈവം ഈ ദിവസം നിങ്ങളോട് സംസാരിച്ച് നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നം, എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. യേശു നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ പോകുന്നു. ഈ സ്ഥലം കാണാൻ ഭംഗിയുണ്ടല്ലേ? ഒരു കടല് കാണുന്നുണ്ടോ? ഇത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ എന്ന സ്ഥലത്തുള്ള കടൽ തീരമാണ്. ഇത് പസഫിക് ഓഷനാണ്. പസഫിക് മഹാസമുദ്രമെന്ന് പറയാറില്ലേ? അതാണിത്. വളരെ തണുപ്പായിരിക്കും വെള്ളത്തിന്. തണുത്ത കാറ്റടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ശരി, ദൈവം ഇന്ന് നിങ്ങൾക്ക് തരുന്ന വാക്യം എന്താണെന്നറിയാമോ? യിരെമ്യാവ് 15-ാം അധ്യായം 20-ാം വാക്യം. നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോടു കൂടെ ഉണ്ട്. ദൈവം പറയുന്നു, എന്റെ മകനെ, മകളെ, നീ ഒന്നും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടു കൂടെയുണ്ട് എന്ന് ദൈവം പറയുന്നു. എന്തിനാണ് ദൈവം കൂടെയുള്ളത് എന്ന് ചോദിച്ചാൽ, എല്ലാ പരിതസ്ഥിതിയിലും നമ്മെ സംരക്ഷിക്കുവാനും അനുഗ്രഹിക്കുവാനും വിടുവിക്കാനും നമ്മോടൊപ്പമുണ്ട്. പ്രത്യേകിച്ച് യഹോവ പറയുന്നു, നിന്നെ വിടുവിക്കാനായി ഞാൻ നിന്റെ കൂടെയുണ്ട്. ഏതോ ഒരു ആപത്ത് അതിൽ നിന്ന് പുറത്തു വരുന്നത് എങ്ങനെയാണ് എന്നറിയില്ല. അപകടം നിറഞ്ഞ ഒരു പരിതസ്ഥിതി കാണുന്നുണ്ട്. ഇതിൽ നിന്നും രക്ഷപ്പെടാനാകുമോ എന്നൊരു ഭയവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. ദുഷ്ടമനുഷ്യരെ കൊണ്ടുണ്ടാകുന്ന ആപത്ത്, ദുരാത്മാക്കളാൽ ഉണ്ടാകുന്ന ആപത്ത് എന്നിങ്ങനെ ഏതോ ഒരു ആപത്തുള്ള പരിതസ്ഥിതിയിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഞാൻ നിങ്ങളെ വിടുവിക്കുവാനായി കൂടെയുണ്ട് എന്ന് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം പറയുന്നു. ഒരിക്കൽ ഒരു ദൈവത്തിന്റെ ശുശ്രൂഷകൻ, അദ്ദേഹം ദൈവവേല ചെയ്തതുകൊണ്ട് ഒരു പൊതു ഉടമസ്ഥതയിലുള്ള പാർട്ടി ഒരു നാട് ഭരിച്ചിട്ടുണ്ടായിരുന്നു. അവരാ നാടിനെ കൈവശമാക്കി അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നതുകൊണ്ട് ക്രിസ്ത്യാനികളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അതും യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നവരെ തിരഞ്ഞു കണ്ടുപിടിച്ച് കൊന്നുകൊണ്ടിരുന്നു. ഒരു ശുശ്രൂഷകൻ അവരുടെ പക്കൽ നിന്നും രക്ഷപ്പെട്ട് കാട്ടിലൂടെ ഓടിക്കൊണ്ടിരുന്നു. അയാളെ അവർ കുതിരപ്പുറത്ത് പിന്തുടർന്നുകൊണ്ടേയിരുന്നു. തന്നെ കൊണ്ടാവുന്നത്ര വേഗം ഓടി ഓടി തളർന്നു പോയി. ഒടുവിൽ ഓടാനാകാത്ത വിധത്തിൽ ക്ഷീണിതനായിപ്പോയി. അയാൾ പറഞ്ഞു, ദൈവമേ, ഇനിയും എന്നെ കൊണ്ട് ഓടാനാവില്ല, ഈ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അടുത്തേന്തി നോക്കിയപ്പോൾ ഒരു ചെറിയ ഗുഹ കണ്ടു. ആ കാട്ടിനകത്ത് ഒരു ഗുഹ ഉണ്ടായിരുന്നു. ഞാനിതിനകത്ത് കയറും, അങ്ങനെ വിടുവിക്കണം എന്ന് പറഞ്ഞ് ആ ഗുഹയ്ക്കകത്ത് കയറി അദ്ദേഹം ഒളിച്ചിരുന്നു. പടയാളികൾ അയാളെ പിന്തുടർന്ന് വന്നപ്പോൾ ഗുഹാമുഖത്ത് വന്ന് അങ്ങനെ നിന്നു. ഇങ്ങോട്ടാണല്ലോ അയാൾ ഓടി വന്നത്, ഇവിടെയായിരിക്കും ഒളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഗുഹയിലേക്ക് നോക്കി ഈ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ടാകും എന്ന് തിരയാൻ ആരംഭിച്ചു. അടുത്ത് വന്ന് നോക്കിയപ്പോൾ ആ ഗുഹാമുഖത്ത് ഒരു 8 കാലി വല നെയ്ത് മറച്ചിരിക്കുന്നത് അവര് കണ്ടു. അപ്പോൾ അവര് പറഞ്ഞു, 8 കാലിയുടെ വല കണ്ടോ? ഗുഹയുടെ വാതില് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനകത്ത് അയാൾ കടന്നിട്ടുണ്ടെങ്കിൽ ഈ വല തീർച്ചയായും പൊട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് അയാൾ അകത്ത് കടന്നിട്ടില്ല, വാ പോകാം എന്ന് പറഞ്ഞ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ആ ദൈവദാസൻ ശ്രദ്ധിച്ചത്. അയാൾ ആ ഗുഹയുടെ ഉള്ളിൽ കയറിയ ഉടനെ ഏതാനും മണിക്കൂറിനുള്ളിൽ ദൈവം ഒരു 8 കാലിക്ക് ആജ്ഞ നൽകി അതിവേഗത്തിൽ ഒരു വല നെയ്ത് ആ വാതിൽ അടയ്ക്കത്തക്ക വിധം വല നെയ്ത് പൂർത്തിയാക്കിയത് അയാൾ ശ്രദ്ധിച്ചു. ദൈവം എത്ര അത്ഭുതകരമായാണ് ഈ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ചിരിക്കുന്നത്. ദൈവമേ, ഒരു 8 കാലിക്ക് കൽപ്പന കൊടുത്ത് എന്നെ വിടുവിച്ചുവല്ലോ എന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വിടുവിക്കുവാൻ ഒരു 8 കാലിയെ നിയമിക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഒരു മൃഗത്തിനും പക്ഷിക്കും ആജ്ഞ നൽകാൻ ദൈവത്തിനാകും. ഒരു മനുഷ്യൻ ആജ്ഞ നൽകുവാൻ ദൈവത്തിനാകും. ഇതും എന്തായിരുന്നാലും നിങ്ങളെ വിടുവിക്കാനുള്ള ചുമതല ദൈവത്തിനുണ്ട്. ഈ കുഴപ്പത്തിൽ നിന്നും, ഞെരുക്കത്തിൽ നിന്നും, വേദനയിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കും. ഭയപ്പെടേണ്ട. വിശ്വാസത്തോടെ പറയൂ, എന്നെ വിടുവിക്കുവാൻ അങ്ങ് എന്റെ കൂടെയുണ്ട് ദൈവമേ. എന്നെ വിടുവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറയൂ. കൈകൾ ഉയർത്തി പറയൂ, ദൈവമേ, യേശുവേ, എന്നെ വിടുവിക്കുവാൻ അങ്ങ് എന്റെ കൂടെയുണ്ട്. ഈ കുഴപ്പം നിറഞ്ഞ പരിതസ്ഥിതിയിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ.